യൂട്യൂബ് ചാനൽ. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. 2024 ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ആണ്. ആൻഡ് ഇന്ന് ജനുവരി 12-ാം തീയതിയാണ് കേട്ടോ. ഞാൻ ഇത്ര ദിവസം എടുക്കാൻ ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. എനിക്ക് എക്സാം നടക്കുമായിരുന്നു. എൻ്റെ സെമസ്റ്റർ ഓൾറെഡി ഡിസംബർ 12-ന് കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നെ വിന്റർ ബ്രേക്ക് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് ട്രാവലൊക്കെ ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ എക്സാം ഉള്ളതുകൊണ്ട് പഠിത്തം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇൻ ബിറ്റ്വീൻ അസൈൻമെൻറ്റുകളും സെമിനാറുകളും 1-2 കൂടെ പെൻഡിങ് ഉണ്ടായിരുന്നു. നമുക്ക് റീഡ് ചെയ്യാനൊക്കെ കിട്ടിയതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാരണം ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ കുറേ ഡേ ഇൻ മൈ ലൈഫ് വേണ്ട വെച്ചിട്ട് ഞാൻ ബാക്ക് ടു ബാക്ക് വേറെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ റൂമിൽ ഞാൻ പുതുതായിട്ട് ചേർത്തൊരു സംഭവം കാണിച്ചതാ. കണ്ടോ യെസ്, ഈ സാധനം. ഓക്കെ, ആൻഡ് അങ്ങനെ അപ്പോൾ പുറത്ത് അത്യാവശ്യം സ്നോ ഉണ്ട് കേട്ടോ. സ്നോ ഉണ്ട് വെച്ചാൽ സ്നോ ഫോളില്ല. ഇത് ജനുവരി 4-ാം തീയതി 3-ാം തീയതി സ്നോ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള സ്നോ ആണ്. ഇവിടുത്തെ സ്നോ ഒക്കെ സ്നോപ്പിലോ വന്നിട്ട് കളഞ്ഞു. ബട്ട് ഓൾറെഡി അങ്ങനെ പെയ്ത് കിടക്കുന്നത് അങ്ങനെ കിടക്കുന്നുണ്ട്. ആൻഡ് ഇത് നമ്മളെ പ്ലാറ്റിയാണ്. ഇതെൻ്റെ റൂമിലുള്ള പുതിയൊരു അതിഥിയാണ്. അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും ഇപ്പം രാവിലെ ഇത്രയും സമയം എന്ന് പറയുമോ നോക്കട്ടെ. 9:50 ആയിട്ടുണ്ട്. കണ്ടോ, 9:50 ആയിട്ടുണ്ട്. നമുക്ക് പോയിട്ട് കോഫി ഉണ്ടാക്കിയിട്ട് കോഫി കുടിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്നിട്ട് വന്നിട്ട് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എനിക്കിന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ, ഇന്ന് ആക്ച്വലി എനിക്ക് മെൻറ്റർ പ്രോഗ്രാം ഉണ്ട്. മെൻറ്റർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓരോ ഇൻടേക്കിലും കുറേ മെൻറ്റേഴ്സിനെ സെലക്ട് ചെയ്യും. വിന്റർ ഇൻടേക്കിൽ എന്ന് വെച്ചാൽ ഇപ്പം നടക്കുന്ന ജനുവരി 9-നായിരുന്നു അറൈവൽ ഡേ യൂണിവേഴ്സിറ്റിൻ്റെ. അത് അധികവും എക്സ്ചേഞ്ച് സ്റ്റുഡൻസിനും ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും വേണ്ടിയിട്ടുള്ളതാണ്. ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അല്ല, യൂറോപ്യൻ സ്റ്റുഡൻസിന്, യൂറോപ്പിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിലൊരു മെൻറ്ററായിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ 2 ദിവസം അറൈവൽ ഡേ എന്നൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും എനിക്ക് പോകാൻ പറ്റില്ല, എക്സാം ഉള്ളതുകൊണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഒരു 3 മണി തൊട്ട് രാത്രി 9 മണി വരെ പരിപാടി ഉണ്ട്. നമുക്ക് അതിന് പോകണം. എന്താ പരിപാടി എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. മുമ്പ് ഞാൻ വ്ളോഗ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പം എന്തായാലും നമുക്ക് എങ്ങോട്ടാ, അടുക്കളയിലേക്ക് പോയിട്ട് കോഫി ഉണ്ടാക്കാം. ഞാൻ ഈ പുറത്തും കൂടെ കാണിച്ചു തരാം. സോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇതാണ്. ഇപ്പം റീസെൻ്റ്ലി ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സാധനം. കുറേ ദിവസം അടുപ്പിച്ച് കഴിച്ചിട്ട് എനിക്ക് വേറെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇതെന്താ, ഫിലാഡൽഫിയയും പിന്നെ ഷ്രിംപ് പേസ്റ്റും ആണ്. ഇതും പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മളെ കയ്യിൽ ആക്ച്വലി ക്രാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഇതാണ്, ഞാൻ കാണിച്ചു തരാം. നമുക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പിന്നെ ഞാൻ കോഫി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. കോഫി അല്ല, ആക്ച്വലി മിൽക്കാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പഞ്ചസാരയും കാപ്പിപ്പൊടി ഇട്ടിട്ട് കോഫി ആക്കാം. എന്നിട്ട് നമുക്ക് പോയിട്ട് കാപ്പി കുടിക്കാം. സോ ഞാൻ പറഞ്ഞ ക്രാക്കേഴ്സ് എന്ന് പറഞ്ഞ സംഭവം ഇതാണ് കേട്ടോ. ഇത് ഒരു റസ്ക് പോലത്തെ ഒരു സംഭവമാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഈ ഫിലാഡൽഫിയ, ഇതെനിക്ക് എപ്പോഴും ഫിലാഡൽഫിയ എന്നൊക്കെയാണ് ഞാൻ പറയാം. ഓക്കെ, നമ്മൾ ഇത് എടുത്തിട്ട് നൈഫ് എടുത്തിട്ട് നമുക്ക് കുറച്ച് ഇങ്ങനെ ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറൊക്കെ തേക്കുന്ന പോലെ തന്നെ നമുക്ക് തേച്ച് കൊടുക്കാം. കുറേ ഒന്നും വേണ്ട. ഇതിന് ഞാൻ വിചാരിച്ച് വാങ്ങുമ്പം ഒരു ഭയങ്കര ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും, ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. പക്ഷേ ഇതിന് എന്തോ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട്. പക്ഷെ എന്താണെന്നൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ആദ്യം നമ്മളിങ്ങനെ കുറച്ച് ഇതാക്കണം. കണ്ടോ, ഒരു സൈഡിലാക്കിയാൽ മതി കേട്ടോ, ഫുള്ളായിട്ടാക്കൊന്നും വേണം. കുറച്ചായിട്ട് നമ്മളിത് ആക്കി. ഓക്കെ, അപ്പം ഇത് സെറ്റായി. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോണത് ഇതാണ് ഷ്രിംപ് പേസ്റ്റ്. കണ്ടോ, ഇത് അത്യാവശ്യം പകുതിയോളം തീർന്ന്. കുറച്ച് ദിവസമായിട്ട് ഞാൻ എടുക്കണ്ടായില്ല, അതുകൊണ്ടാണ് കുറച്ച് അതിൽ ബാക്കിയുള്ളത്. അത്യാവശ്യം കുറച്ച് ബാക്കിയുണ്ട്. അത് നമ്മൾ വേറൊരു നൈഫ് വെച്ചിട്ട് ഇങ്ങനെ എടുക്കാം. എന്നാൽ നമുക്ക് ഇങ്ങനെ ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി എടുക്കാം. നമുക്ക് കുറച്ചും കൂടെ സ്പ്രെഡ് ചെയ്ത് നോക്കാം. പക്ഷെ ഞാൻ കൂടുതൽ എടുക്കണില്ല, എന്നാലും ഞാൻ അടുപ്പിച്ചത് കഴിച്ചിട്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. ഓക്കെ, സോ ഇങ്ങനെ ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതെന്തോ സ്വീഡിഷ് ട്രഡീഷണൽ സാധനമാണ്. ഇതിൻ്റെ മുകളിൽ ഹാമും ഷ്രിംപ് പേസ്റ്റ് വെക്കില്ല കേട്ടോ. ഞാൻ സ്റ്റഡി ഇൻസ്പിഡൻ്റെ പേജിൽ കണ്ടിരുന്നു ഹാമും കുക്കുംബറും അങ്ങനെ എന്തൊക്കെ സാധനം വെച്ചിട്ട് അവർ കഴിക്കുന്നത്. അപ്പം നമുക്ക് കഴിക്കുമ്പം സൗണ്ട് കേൾക്കണം, ASMR. അങ്ങനെ നമുക്ക് കുറച്ച് കോഫി കുടിക്കാം. കോഫി തണുത്ത് പോയി. അപ്പം ഞാൻ എന്തായാലും ഇത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ വീട്ടിലൊക്കെ വിളിച്ചു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ പ്ലാനറിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചേ നോക്കണം. ഞാൻ ഒരെണ്ണം എഴുതിയത് മെൻറ്റർ പ്രോഗ്രാം ഉണ്ട്, നമുക്ക് പോവാം. പിന്നെ
മൊബൈലും ലാപ്ടോപ്പും ഡീക്ലട്ടർ ചെയ്യണം എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ എഡിറ്റ് 1 വ്ളോഗ് ഓർ സ്ക്രിപ്റ്റ് വ്ളോഗ്, കുറച്ച് വ്ളോഗുകൾ പെൻഡിങ് ഉണ്ട്, അപ്പോൾ അത് ചെയ്യണം. പിന്നെ ഫെബ്രുവരിയിലേക്കുള്ള കോണ്ടന്റ് പ്ലാനിങ് ഉണ്ട്. അതിനകത്ത് എനിക്ക് ഫെബ്രുവരിയിൽ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ഒരു പ്ലാനിങ്ങും ഉണ്ട്. ഇതുണ്ട് നമ്മുടെ യൂട്യൂബ്. പിന്നെ ഉള്ളത് കുറച്ച് അത്ര പ്രയോറിറ്റി ഇല്ലാത്തതാണ് ഇൻസ്റ്റാ കളക്ഷൻസ് ഓർഗനൈസ് ചെയ്യും. ഞാനിങ്ങനെ കാണുന്ന എല്ലാം സേവ് ചെയ്തിട്ടിട്ട് അപ്പാട് എല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതൊന്ന് ഓർഗനൈസ് ചെയ്യണം. പിന്നെ ഞാൻ ആക്ച്വലി റൈറ്റ് എ ലെറ്റർ ടു സെൽഫിന് എഴുതിയിട്ടുണ്ട്, പക്ഷേ അതെന്നോട് തെറ്റിപ്പോയതാണ്. അത് ഇന്നല്ല, നാളെയാണ് നമ്മളത് ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ എന്തോ ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ ഒരു സംഭവം കണ്ടു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ആഴ്ച ഇത് ആക്ച്വലി ന്യൂ മൂൺ വീക്കാണ്. അപ്പം അതുകൊണ്ട് ജനുവരി 9th ഗോൾ സെറ്റിംഗ്, പിന്നെ 10th ഇന്റൻഷൻസ്, 11th വിഷൻ ബോർഡ്, 12th ബക്കറ്റ് ലിസ്റ്റ്, 13th ലെറ്റർ ടു അവർ ഫ്യൂച്ചർ സെൽഫ്, അങ്ങനെ ഒരു സംഭവം ഞാൻ റാൻഡം ആയിട്ട് കണ്ടതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ എന്തായാലും ഈ വർഷത്തെ ലെറ്റർ എഴുതിയിട്ടുണ്ടായില്ല, സോ ഞാനതങ്ങോട്ട് ഇത് കണ്ടതും കൊണ്ട് അത് റീസൺ ആയല്ലോ. അപ്പോൾ 13ാം തീയതിക്ക് മാറ്റി വെച്ചതാണ്. പക്ഷെ ഞാൻ ഇന്നലെ ബോധക്കേടിന് ഞാനിവിടെ എഴുതി വെച്ചു. ഇന്നുള്ളത് ആക്ച്വലി ബക്കറ്റ് ലിസ്റ്റ് ആണ്. ഞാൻ ബക്കറ്റ് ലിസ്റ്റ് ഒന്നുമല്ല, എൻ്റെ സിംബ ലൈഫ് സ്റ്റൈലിൻ്റെ പ്ലാനറിനകത്ത് 24 things to do in 2024 എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരു പേജ് ഉണ്ട്. അത് ആക്ച്വലി ഞാൻ ഫിൽ ചെയ്തു. ഞാൻ 24 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് ഞാനിപ്പോൾ വായിക്കുന്നില്ല. സോ ഇനി ഞാൻ ചെയ്യാൻ പോണതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്ക്രിപ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഡീക്ലാട്ടറിങ്, ഏത് ചെയ്യുന്നത് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഒന്ന് ഡീക്ലാട്ടർ ചെയ്യാനിരുന്ന മൈൻഡ് ഫുൾ പിന്നെ അതിലായിരിക്കും അന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സ്ക്രിപ്റ്റ് എഴുതാൻ പോവാണ്, നമ്മൾ യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ്. സോ ഞാൻ അത് ചെയ്യട്ടെ. അപ്പോൾ ഇത് നമ്മൾ ജനുവരിയിലേക്ക് ഇനി ബാക്കിയുള്ള വീഡിയോസാണ്. ആൻഡ് അതേപോലെ തന്നെ ഫെബിൽ ചെയ്യാനുള്ള കുറച്ച് വീഡിയോസിൻ്റെ ഐഡിയാസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടേക്കുള്ള ബാക്കി ഡേറ്റ്സിനൊക്കെ ഫെബ് ആകുമ്പോഴത്തേക്ക് നമുക്ക് വേറെ എന്തെങ്കിലും ചിലപ്പം പ്ലാൻസ് ഒക്കെ വരുമായിരിക്കും, അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇൻ ബിറ്റ്വീൻ എനിക്ക് തോന്നുന്ന പോലെ ഞാൻ ഷോർട്ട് വീഡിയോസ് ഇടാറുണ്ട്. അപ്പം നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ചാനലിൽ കാണിച്ചല്ലോ, CPS ഒരു വ്ളോഗ് ഉണ്ട്, അതേപോലെ തന്നെ ഡൈറോൺ വ്ളോഗ് ഉണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നെറ്റിൽ തപ്പണം. എനിക്കതിൽ പറയാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നോക്കണം. സ്ഥലത്തിനൊക്കെ പറ്റി എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എഴുതി വെക്കണം, പോയിന്റ്സ് എഴുതി വെച്ചിട്ട് വേണം വ്ളോഗിൽ വോയിസ് ഓവർ ചെയ്യാൻ. അപ്പോൾ ഞാൻ അത് ചെയ്യാനാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. സോ ദാറ്റ് ആ സംഭവം കഴിയും, പിന്നെ വോയിസ് ഓവർ കൊടുത്താൽ മാത്രം മതി. സോ ലെറ്റ് മീ ഡു ദാറ്റ്. അങ്ങനെ ഇപ്പോൾ സമയം 11:26 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പോയിട്ട് ഒരു കോൾഡ് കോഫി എടുത്ത് വന്നു. പിന്നെ നമ്മുടെ വോയിസ് ഓവറിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വോയിസ് ഓവർ ചെയ്യണം, അതും കൂടെ ഉള്ളൂ. പുറത്ത് അത്യാവശ്യം നല്ല സണ്ണി കണ്ടിട്ടൊന്ന് നല്ല രസത്തിലേ കാണാൻ വേണ്ടിയിട്ട്. സണ്ണിനെ കാണുന്നില്ലെങ്കിൽ അത്യാവശ്യം വെളിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അതേ ടൈം 1:40 കഴിഞ്ഞു കേട്ടോ. ഈ 3 മണിയാകുമ്പോഴത്തേക്കാണ് യൂണിവേഴ്സിറ്റി എത്തേണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡ്രസ്സൊക്കെ മാറാം. പിന്നെ ഞാൻ ഇതാണ് ഇടുന്നത്, ഈ ഒരു സ്വെറ്റ് ഷർട്ട്, ജമ്പർ എന്താ വേണമെങ്കിൽ പറയാം. സുധാ ഇങ്ങനത്തെ ഒരെണ്ണവും പിന്നെ ജീൻസും തേർമൽസ്. അപ്പം ഞാൻ എന്തായാലും ഡ്രസ്സ് മാറ്റും, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് മേക്കപ്പ് ചെയ്യാം. അപ്പം ഞാൻ ടോപ്പ് മാത്രം മാറ്റിയില്ല, ബാക്കി പാൻറ്റും എല്ലാം ഇട്ടു. നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. രാവിലെ ഞാൻ ലിപ് ബാം ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതല്ലാണ്ട് എൻ്റെ കയ്യിൽ ലനേജിൻ്റെ വേറെ ഒരെണ്ണം ഉണ്ട്. ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ അതിൻ്റെ ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഫോഗ് ആയി വരുന്നുണ്ട്. രാവിലെ നല്ല ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു, കാണിച്ചാൽ കണ്ടോ, കുറച്ച് ഫോഗിയാണ്, പക്ഷെ അത്ര അങ്ങോട്ട് ക്ലിയർ ആവില്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് മോയ്സ്ചറൈസർ. ഇത് ഡോക്ടർ ഷെത്തിൻ്റെ ആണ്. കുറച്ചെടുത്തതൊക്കെ തീർന്നു. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അധികം പ്രോഡക്ട്സും തീർന്നു. ഇവിടെ ആകുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് സ്കിൻ കെയർ ചെയ്യും, കാരണം അല്ലെങ്കിൽ സ്കിൻ ഭയങ്കര ഡ്രൈ ആവും. ഈ ഒരു വിരലിൽ തോലുമായിട്ട് എരിയണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒട്ടിച്ചത്. അതൊരു ക്യൂട്ട് ബാൻഡേഡാണ്, അതും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന. നമുക്ക് ഈ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇവിടെ ഉണ്ടല്ലോ. സോ മോയ്സ്ചറൈസർ, ഈ മോയ്സ്ചറൈസറാണ് ഞാൻ ഡേ ടൈമിൽ ഇടാറ്. രാത്രി ഞാൻ ലനേജിൻ്റെ തന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. സോ ഓക്കെ, അങ്ങനെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മളൊരു പരിപാടികളൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ചെത്തിൽ പോകാം. അത്രയൊന്നുമില്ല, കുറച്ച് മസ്കാരല്ലോ, ഐബ്രോ ജെൽ, ഞാൻ മേക്കപ്പ് ചെയ്തു. കണ്ടോ, ഫേസിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ ലിപ്സ്റ്റിക്കും പിന്നെന്താ ഐലൈനറും മസ്കാരയും ഐബ്രോ ജെല്ലും ലിപ്സ്റ്റിക്കും പറഞ്ഞല്ലോ, ഇത്രയും സാധനം, ബ്ലഷും. സോ ഇനി എനിക്ക് മുടി കെട്ടണം. മുടി ആക്ച്വലി അഴിച്ചിട്ടാണ് നല്ലത്.
പക്ഷേ ദ തിങ് ഈസ് നമ്മുടെ പരിപാടിയാണല്ലോ എന്ന് വെച്ചാൽ ടേസ്റ്റ് ഓഫ് സ്വീഡൻ, ബേസിക്കലി ഫുഡൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പം കെട്ടി വെക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ എനിക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ എന്തെങ്കിലും പണി ചെയ്യുകയാണെങ്കിൽ അന്നേരം മുടി ഒരു തടസ്സമായിരിക്കും. അപ്പം ഞാൻ വിചാരിക്കണം കെട്ടി നോക്കാം, എങ്ങനെ ഉണ്ടാവും നോക്കാം, അതിനനുസരിച്ച് ചെയ്യാമെന്ന്. എന്നിട്ട് നമുക്ക് ഈ കോമ്പ് ഇങ്ങനെ അലോവേര ജെല്ലിൽ കുറച്ച് നോക്കാം. എന്നിട്ട് അപ്പം ഇതാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഞാൻ നേരത്തെ കാണിച്ചതല്ലോ. നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. ഓൾമോസ്റ്റ് 2 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം അടുത്തൊങ്ങി നിന്നു. നമുക്ക് ഈ ഡ്രസ്സ് ഇട്ടിട്ട് എനിക്ക് സോക്സ് ഇടണം. സോക്സും കൂടി ഇടാൻ ഞാൻ മറന്നു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഡൽഹിയിൽ നിന്ന് ബസ് കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഒരേസ് നമുക്ക് നടക്കാം, പുറത്തിറങ്ങിയിട്ട് നോക്കാം എങ്ങനെയാണ് ഉള്ളതിനനുസരിച്ച് നോക്കാം. എപ്പോഴാണ് ബസ്സിലെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഓക്കെ, സോ നമ്മൾ ടോപ്പ് ഇട്ടു. ഇനി വേഗം സോക്സ് ഒക്കെ എടുത്തിട്ടിട്ട് ഇറങ്ങിയിട്ട് കാണിച്ചുതരാം. സോ ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി. നമുക്ക് 2 മിനിറ്റിൽ ബസ്സുണ്ട് ഇവിടുന്ന് ലുൻസിയിലേക്ക്. എന്നിട്ട് അവിടുന്ന് പോയിട്ട് നമുക്ക് ട്രാം എടുക്കാം. നല്ല ഫോഗയാണ്. എത്രത്തോളം വീഡിയോയിൽ മനസ്സിലാവേണ്ടത് എനിക്കറിയാം. ഏകദേശം നല്ല ഫോഗയാണ് ആൻഡ് ഫുള്ളായിട്ട് സ്നോ ഉണ്ട്. സോ നമുക്ക് വേഗം പോയിട്ട് ബസ് കയറാം. ഇവിടെയൊക്കെ സ്ലിപ്പായി വീഴാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ട് ഓടരുത്. ബട്ട് നമുക്ക് വേഗം പോയി നോക്കാം. വീടില്ലായിരിക്കും. അങ്ങനെ ഞാൻ ട്രാമിൽ കയറാനെത്തി. ഇവിടെ ട്രാമുണ്ട്, നമുക്ക് വേഗം ട്രാമിൽ കയറാം. അങ്ങനെ ഞാനിത് ഈ ട്രാം ഇറങ്ങി LTCയുടെ സ്റ്റോപ്പിൽ ഇറങ്ങി കേട്ടോ. ആക്ച്വലി യൂണിവേഴ്സിറ്റി യുക്സുസെറ്റ് അങ്ങനെ എന്തൊരു സ്റ്റോപ്പ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. ലുൻസിയിൽ എത്തുന്നതിന് മുന്നേ അവിടെ ഇറങ്ങിയിട്ട് മാറിയാൽ മതിയായിരുന്നു. അത് ഞാൻ മറന്നുപോയി. അതെ, അതാണ് കാർഹൂസെറ്റ്. നമ്മൾ അങ്ങോട്ടാണ് പോണത്. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് ഇവിടെ ഇനി ഞാൻ പറഞ്ഞല്ലോ ടേസ്റ്റ് ഓഫ് സ്വീഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. ഇത് ആക്ച്വലി പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. പുതുതായിട്ട് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റിലല്ല, ജനുവരിയിൽ ഒരു ഇൻടേക്ക് നടന്നിട്ടുണ്ട്. വിന്റർ ഇൻടേക്ക് എന്ന് പറയും. ആ ഇൻടേക്കിൽ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഓറിയൻറ്റേഷൻ വീക്ക് എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ മിസ്സായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം മെൻറ്റർ ആവാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത്. ആൻഡ് എൻ്റെ മെയിൻ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അറൈവൽ ഡേ ഒക്കെ കാണാമെന്നൊക്കെ ഉള്ളതായിരുന്നു. എങ്ങനെയാണ് നടക്കുന്നത്, കാരണം എനിക്കത് മിസ്സായല്ലോ. പക്ഷേ അറൈവൽ ഡേൻ്റെ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല ബിക്കോസ് ഓഫ് ദ എക്സാം. പക്ഷേ ഇപ്പോൾ നമ്മൾ കാർഹൂസെറ്റിൽ എത്തിയിട്ടുണ്ട്. കാർഹൂസെറ്റിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോ സെക്കൻഡ് ഫ്ലോറിലോ എങ്ങാൻ ഒരു കഫേ ഉണ്ട്. അവിടെ നിന്നാണ് പ്രോഗ്രാം നടത്തുന്നത്. സോ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. അപ്പം നമുക്കിത് ഈ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകേണ്ടത്. ഇപ്പം സമയം 2:37 ആയിട്ടോ. 3 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് എത്താനാണ് പറഞ്ഞത്. ഞാൻ കുറച്ച് നേരത്തെ എത്തി. കുറച്ച് നേരത്തെ ഒത്തിരി നേരത്തെ എന്നാലും യൂഷ്വലി എൻ്റെ സ്വഭാവം ഞാൻ ഒരു 3/4 മണിക്കൂറെങ്കിലും മുന്നെത്താനാണ്. അത്രയും നേരത്തെ അല്ല. അപ്പോൾ അതാണ് നമ്മളെ വ്യൂ സെറ്റ്. എൻ്റെ ബിൽഡിംഗ് അങ്ങോട്ടാണ്. ആൻഡ് ഇതാണ് നമ്മളെ കാർഹൂസെറ്റ്. കണ്ടു, ആ റെസ്റ്റോറൻറ്റിലേക്കാണ് ഞാൻ പോണത്. ഇതാണ് കേട്ടോ നമ്മളെ റെസ്റ്റോറൻറ്റ്. കണ്ടോ, ഇവിടെ ബുഫേ ആണെന്ന് തോന്നുന്നു. ഇന്ന് എന്തൊക്കെയാണ് ഫുഡ് ഐറ്റംസ് ഉള്ളതെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഞാനിവിടെ എത്തി. ഇവിടെ ആരും എത്തിയിട്ടില്ല. അങ്ങനെ അധികം പേരൊന്നും കാണാനില്ല. ഇപ്പോൾ എല്ലാവരും വരുമായിരിക്കും. കറക്റ്റ് 3 മണിയായപ്പോഴത്തേക്ക് എല്ലാവരും വന്നു. ഇതിനകത്ത് ബാക്കിയുള്ള എല്ലാവരും തന്നെ മെൻറ്റേഴ്സാണ്. അത് കൂടാതെ നമ്മളെ കോർഡിനേറ്റേഴ്സും ഉണ്ടായിരുന്നു. നമുക്ക് പേര് എഴുതിയിട്ടുള്ള ബാഡ്ജൊക്കെ തന്നു. സോ ഇത് നമുക്ക് നമ്മളെ പുതിയ ടീഷർട്ട് കിട്ടി. ഇതാണ് മെൻറ്റർ ടീഷർട്ട്. ഇവിടെ എല്ലാം യൂണിവേഴ്സിറ്റിയിലുണ്ട്. അതേപോലെ ബാക്കിലും ഉണ്ട് ഇൻ്റർനാഷണൽ മെൻറ്ററിന്. ഇതാണ് നമ്മുടെ ടീഷർട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളെ കുറച്ച് കുഞ്ഞു ടീംസായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർക്ക് ഓരോ പണി തന്നു. എനിക്ക് ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഡെസേർട്ട് അല്ലെങ്കിൽ ഒരു കേക്ക് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർ നമുക്ക് ഗ്ലൗസ് ഒക്കെ തന്നു. നമ്മൾ ആ കേക്ക് ഇങ്ങനെ പകുതിയാക്കിയിട്ട് മുറുക്കിയിരുന്നു. അതായിരുന്നു നമ്മളെ ഫസ്റ്റ് ടാസ്ക്. ആദ്യത്തെ ടീം പിള്ളേർ വരുന്നത് 5 മണിക്കാണ്. നമ്മളൊരു 3 മണിയായപ്പോൾ തന്നെ അതിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി. അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബിസ്ക്കറ്റ് ആയിരുന്നു. ഇത് വെനില ഡ്രിങ്ക്, ഇതൊരു സ്വീഡിഷ് സ്വീറ്റാണ്. അപ്പോൾ നമ്മുടെ അത്യാവശ്യം വേണ്ട ഫുഡ് ഐറ്റംസ് ഒക്കെ സെറ്റായി. പിന്നെ ഇങ്ങനെയാണ് കേട്ടോ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ. എന്തൊരു ക്ലീൻ ആയിരുന്നു എന്ന് അറിയാം. ആൻഡ് അവിടെ സ്വീഡിഷ് മീറ്റ് ബോൾസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് അവിടുത്തെ ഷെഫാണ് ചെയ്യുന്നത്. ആൻഡ് പാരലലി ഞാനും വേറൊരു ഫ്രണ്ടും കൂടെ വേണ്ട ഡ്രിങ്ക്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. നമുക്ക് 4 ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു. ഒരു നിപ്പൻ സൊപ്പ, പിന്നെ യുൽമസ്, അങ്ങനെ കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഫെർമെൻറ്റഡ് മിൽക്ക് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഡെസേർട്ട് എല്ലാം വെച്ചു. എല്ലാത്തിൻ്റെയും കൂടെ തന്നെ അതെന്താണ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ട്രഡീഷൻ എന്താണെന്നുള്ള നെയിം ബോർഡ്സും അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനും നമ്മൾ ആ ടേബിളിൽ സെറ്റ് ചെയ്തിരുന്നു. അത് എൻ്റെ ക്ലാസ്സിലുള്ള ഫ്രണ്ടാണ് കേട്ടോ, ഫെർണാണ്ടോ. അപ്പോൾ ഞാനും ഫെർണാണ്ടോയും ആദ്യം തന്നെ ഡ്രിങ്ക്സിൻ്റെ സ്റ്റോളിലായിരുന്നു. അതിങ്ങനെ നമ്മൾ ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ റീഫിൽ ചെയ്യണമായിരുന്നു. ബട്ട് എന്നാലും അത് കൊള്ളായിരുന്നു. അങ്ങനെ അവർ ഓരോരുത്തരായിട്ട് പിള്ളേർ കയറി. ഫസ്റ്റ് ബാച്ച് ഒരു 100 പിള്ളേരാണ് ആദ്യം വന്നത്. ഇത് 5 to 6:30 സെഷനായിരുന്നു. അപ്പോൾ നമ്മളോട് വന്നിട്ട് അവരിങ്ങനെ ചോദിക്കും, നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും ഇന്ന ഡ്രിങ്കാണ്, അത് ഇന്ന സമയത്തൊക്കെയാണ് കുടിക്കാറ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് ഷെയർ ചെയ്യും. ഇതൊക്കെ നമുക്ക് നമ്മളെ മെൻറ്റേഴ്സ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കോർഡിനേറ്റേഴ്സ് ഉണ്ടെന്ന്, അവർ നമുക്ക് പറഞ്ഞു തന്നിരുന്നു. ആൻഡ് അതിൻ്റെ ഇടയിൽ നമ്മളോട് ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക്
ഫ്രീ ആയിട്ടാണ് ഫുഡ് ഉള്ളത്. ഇതായിരുന്നു ഫുഡിന് ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ. പക്ഷേ വന്ന പിള്ളേർക്ക് ഒരു 60 സെക്കൻഡ് ടിക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പോയതിനു ശേഷം നമ്മൾ നെക്സ്റ്റ് സെഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി. സെയിം ഫുഡാണ്, അപ്പം ഓൾമോസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു. ബട്ട് ഒന്നും കൂടെ അറേഞ്ച് ഒക്കെ ചെയ്ത് വെക്കാനുള്ള കാര്യമുള്ളായിരുന്നു. അപ്പോൾ സെക്കൻഡ് സെഷനിൽ ഞാൻ ഡെസേർട്ടിൻ്റെ സ്റ്റോളിലായിരുന്നു ഇരുന്നത്. അങ്ങനെ അതും കഴിഞ്ഞു, എല്ലാവരും പോയി. അങ്ങനെ അതിനുശേഷം നമ്മൾ ആ ടേബിളും ചെയറും ഒക്കെ ആദ്യം ഉണ്ടായിരുന്ന പോലെ തന്നെ അറേഞ്ച് ചെയ്തു. സോ അങ്ങനെ നമ്മളെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ടേസ്റ്റ് ഓഫ് സ്വീഡൻ ആക്ച്വലി പുതിയതായിട്ട് വന്നിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാറോസെറ്റിൻ്റെ താഴെ തന്നെ. എന്നിട്ട് നമുക്ക് LTHയിലെ ബസ് സ്റ്റോപ്പിൽ പോയിട്ട്, ഒന്നെങ്കിൽ ബസ് സ്റ്റോപ്പിലല്ലോ ട്രാം സ്റ്റേഷനിൽ പോയിട്ട് ട്രാമിൽ കയറി പോവാം, അല്ല വെച്ചാൽ നമുക്കിവിടെ നടന്നിട്ട് റൂമിലേക്ക് പോകാം. എങ്ങനെയാണെങ്കിലും ചെയ്യാം. ഫ്രണ്ട് എത്തട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കണം. സോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. ആൻഡ് ഇതെൻ്റെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നിട്ട് ഒരു മെൻറ്ററായിട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നത്. ആൻഡ് ഇതിൻ്റെ കുറച്ച് ഇവൻറ്റ്സും കൂടെ കമ്മിങ് വീക്സിലുണ്ട്. എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. ആക്ച്വലി ഫുള്ളായിട്ടൊന്നും വ്ളോഗ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞങ്ങൾ അത്രയും ടയർഡായിരുന്നു, അത്രയും പണിയുണ്ടായിരുന്നു. അങ്ങനെ നിർത്താണ്ട് ഫുഡ് സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ റീഫിൽ ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.